OnePlusന്റെ പുതിയൊരു 5G ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. OnePlus N10 5G. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus N10 5G എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ OnePlus N10 5Gയിൽ 6.49 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ OnePlus നോഡിലെ പോലെ ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല. പകരം IPS LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ടൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കും. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 690 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു പ്രോസസ്സറിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സറിൽ Cortex A77 ബേസ് ചെയ്തിട്ടുള്ള 2 കോറുകളും അതുപോലെ തന്നെ Cortex A55 ബേസ് ചെയ്തിട്ടുള്ള 6 കോറുകളും വരുന്നുണ്ട്. പിന്നെ Adreno 690L എന്നുള്ള GPU ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 6GB റാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 128GB ഇൻറ്റേർണലും വരുന്നുണ്ട്. ഈ ഒരു വെർഷൻ മാത്രമാണ് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ OnePlusൻ്റെ ഫോണുകളിൽ സാധാരണ കാണാത്തൊരു കാര്യമാണ് മെമ്മറി കാർഡ് സ്ലോട്ട് എന്നുള്ള ഒരു കാര്യം. പക്ഷേ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, OnePlus ഫോണുകളിൽ സാധാരണ കാണാത്ത മറ്റൊരു കാര്യമാണ് 3.5mm ഓഡിയോ ജാക്ക്. ഈ ഫോണിൽ ആ ഒരു കാര്യവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണിൽ OnePlusൻ്റെ ഫോണുകളിൽ സാധാരണ കാണാത്ത 3.5mm ഓഡിയോ ജാക്കും അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ Android 10 ബേസ് ചെയ്തിട്ടുള്ള ഓക്സിജൻ OS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. പിന്നെ 2 മെഗാ പിക്സലിലെ ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിലെ മാക്രോ ലെൻസും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 4300 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ഈ ഫോണിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫോൺ എന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 32,000 രൂപയാണ്. പക്ഷേ ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കില്ല ലോഞ്ച് ചെയ്യുക. കാരണം ഇന്ത്യയിൽ ഓൾറെഡി 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlus നോഡ് എന്നുള്ള ഫോൺ വരുന്നുണ്ട്. OnePlus നോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഫോണാണ്. ഈ ഒരു ഫോണിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാമറയും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോൺ 20,000 രൂപ പ്രൈസ് റേഞ്ചിന് താഴെ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ മുമ്പൊരു റൂമർ ഉണ്ടായിരുന്നു ഈ ഫോൺ 16,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും ലോഞ്ച് ചെയ്യാന്നുള്ളത്. എന്തായാലും ഈ ഫോണിൻ്റെ വില 15,000 രൂപയുടെയും അതുപോലെ തന്നെ 20,000 രൂപയുടെയും ഇടയിലായിരിക്കാനാണ് സാധ്യത. എന്തായാലും ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ 5G ഫോൺ ഇതായിരിക്കും. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.